ഇന്നത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. അൺലെസ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു തരത്തിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ അൺലെസ് ഐ ഡു, അൺലെസ് ഐ ഡിഡ്, അൺലെസ് ഐ ഹാഡ് ഡൺ, ഇത് എന്താണ്? ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. അൺലെസ് എന്നാൽ അതിൻ്റെ മീനിങ് ഇഫ് നോട്ട് എന്നാണ്. ഇഫ് എന്നതിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസസും കണ്ടീഷണൽ സെൻറ്റൻസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് എന്ന മീനിങ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ ഒരു നെഗറ്റീവ് ഫോം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഹയർ ലെവലിലേക്ക് മാറും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺലെസ് ഐ ഡു, അൺലെസ് ഐ ഡിഡ്, അൺലെസ് ഐ ഹാഡ് ഡൺ. ഇന്നത്തെ ലെസൺ കഴിയുന്നതോടുകൂടി എന്താണ് ഒരു റിയൽ കണ്ടീഷൻ, ഒരു ഇമാജിനറി കണ്ടീഷൻ എന്താണ്, അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ, പാസ്റ്റ് ഇമാജിനറി എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ മനസ്സിലാവും. ആദ്യം നമുക്ക് അൺലെസ് ഐ ഡു എന്നതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് എന്ന് നോക്കാം. അത് ഫസ്റ്റ് കണ്ടീഷനിനോട് റിലേറ്റ് ചെയ്തു വരുന്നതാണ്. അൺലെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് എന്നാണ്. അപ്പോൾ അൺലെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുകയല്ലെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ. ഇപ്പോൾ ഇഫ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നല്ലേ. അപ്പോൾ അൺലെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഡോണ്ട് ഡു, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അതാണ് കണ്ടീഷൻ. അൺലെസ് ഐ ലീവ് നൗ, ഞാൻ ഇപ്പോൾ വിട്ടുപോയില്ലെങ്കിൽ എന്നാണ്. അൺലെസ് ഐ ലീവ് നൗ, അത് ഇഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ഐ ഡോണ്ട് ലീവ് നൗ, അതിൻ്റെ നെഗറ്റീവ് ഫോമാണത്. അപ്പോൾ ഇഫ് നോട്ട് എന്ന ഒരു ഫ്രേസാണ് നമ്മളിവിടെ അൺലെസ് ആക്കി മാറ്റുന്നത്. സെയിം മീനിങ് തന്നെയാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊരു റിയൽ കണ്ടീഷനാണ്. അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ, ഞാൻ അവിടെ പോകുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു റിയൽ കണ്ടീഷനാണ്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കണ്ടീഷൻ ശരിയാവുകയാണെങ്കിൽ വേറെ ചില റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അൺലെസ്, അൺലെസ് ഐ ഡു എന്ന് പറയുന്നത്. ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറൊരു റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അൺലെസ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പിന്നെ ഉപയോഗിക്കേണ്ടത് റിസൾട്ടിൻ്റെ ഭാഗമാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ ഉപയോഗിക്കാം. അതേസമയം അൺലെസിൻ്റെ ഒപ്പം ആ ഒരു ക്ലോസിൽ വിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈഫ് ക്ലോസ് പറഞ്ഞിട്ടുള്ളതല്ലേ, ആ ഈഫ് ക്ലോസിൽ വിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അൺലെസ് എന്ന ഒരു ക്ലോസിൽ വിൽ ഉപയോഗിക്കാൻ പാടില്ല. റിസൾട്ടിൻ്റെ ഭാഗത്താണ് വിൽ ഉപയോഗിക്കുന്നത്. അൺലെസ് ഐ ലീവ് നൗ ഐ വിൽ മിസ് ദ ട്രെയിൻ. അൺലെസ് ഐ ലീവ് നൗ, ഞാനിപ്പോൾ പോയില്ലെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സാവും. അതിൻ്റെ അർത്ഥം എന്താ? ഇഫ് ഐ ഡോണ്ട് ലീവ് നൗ ഐ വിൽ മിസ് ദ ട്രെയിൻ. അപ്പോൾ ഇഫ് ഐ ഡോണ്ട് എന്ന് പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അൺലെസ് ഐ ലീവ് നൗ എന്ന് പറയുന്നത്. അപ്പോൾ അൺലെസ് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നെ പ്രസൻറ്റ് സിമ്പിൾ, ലീവ് എന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. പിന്നെ റിസൾട്ടിൻ്റെ ഭാഗത്താണ് ഐ വിൽ മിസ് ദ ട്രെയിൻ. അപ്പോൾ ഐ സബ്ജക്റ്റ്, പിന്നെ വിൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദ വേർബ്, ഐ വിൽ മിസ് ദ ട്രെയിൻ, മിസ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. ഇവിടെ കണ്ടീഷൻ റിയൽ കണ്ടീഷനാണ്. റിസൾട്ട് പോസിബിൾ ആണ്, ലൈക്ലി ആണ്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം,
ഇത് റിയൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പോസിബിൾ ആണ്, റിയൽ പോസിബിലിറ്റി ആണ്, ജെനുവിൻ ആയിട്ട് അത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആ റിസൾട്ട് അങ്ങനെയല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത് അത് സംഭവിക്കാം. അൺലെസ് യു ബുക്ക് നൗ യു വിൽ നോട്ട് ഗെറ്റ് ടിക്കറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ, അൺലെസ് യു ബുക്ക് നൗ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡോണ്ട് ബുക്ക് നൗ എന്നാണ് മീനിങ്. അൺലെസ് യു ബുക്ക് നൗ യു വിൽ നോട്ട് ഗെറ്റ് ടിക്കറ്റ്സ്. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ബുക്ക് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ പഠിച്ചില്ലേ, അത് തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോമാണ് ഇത് എന്ന് മാത്രം. ഒരു ശരിയായ ഒരു വാണിംഗ് കൊടുക്കില്ലേ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന്. അതാണ് ഒരു വാണിംഗ് കൊടുക്കുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാം. അൺലെസ് ഇറ്റ് റെയിൻസ് ടുമാറോ, നാളെ മഴ പെയ്തില്ലെങ്കിൽ. ദ ഔട്ട്ഡോർ ഈവൻറ്റ്സ് വിൽ ഗോ എഹെഡ്. ഔട്ട്ഡോർ ഈവൻറ്റ്സ് ഒക്കെ അതിൻ്റെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ്. മഴ പെയ്തില്ലെങ്കിൽ, അൺലെസ് ഇറ്റ് റെയിൻസ് ടുമാറോ. നോക്കില്ലേ, മനസ്സിലായില്ലേ? നെഗറ്റീവ് ഫോമാണ്. അൺലെസ് ഇറ്റ് റെയിൻസ് ടുമാറോ എന്ന് പറഞ്ഞാൽ മഴ നാളെ പെയ്തില്ലെങ്കിൽ ഔട്ട്ഡോർ ഈവൻറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്ന്. അൺലെസ് ഷീ റിസീവ്സ് ദ ഡോക്യുമെൻറ്റ്സ് ബൈ ഫ്രൈഡേ ഷീ കനോട്ട് പ്രോസസ് ദ ആപ്ലിക്കേഷൻ. അൺലെസ് ഷീ റിസീവ്സ് ദ ഡോക്യുമെൻറ്റ്സ് ബൈ ഫ്രൈഡേ. ഫ്രൈഡേക്കകം ഡോക്യുമെൻറ്റ്സ് അവൾ റിസീവ് ചെയ്തില്ലെങ്കിൽ, അവൾ സ്വീകരിച്ചില്ലെങ്കിൽ, അവൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാണ്. ഷീ കനോട്ട് പ്രോസസ് ദി ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഒന്നും പ്രോസസ്സ് ചെയ്യാൻ അവൾക്ക് കഴിയില്ല. അപ്പോൾ അൺലെസ് ഷീ റിസീവ്സ്. നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ വിൽ എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അൺലെസ് യു സ്പീക്ക് അപ്പ് നോബഡി വിൽ നോ യു ഹാവ് എ പ്രോബ്ലം. അൺലെസ് യു സ്പീക്ക് അപ്പ്, നിങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ, നോബഡി വിൽ നോ യു ഹാവ് എ പ്രോബ്ലം. ആർക്കും മനസ്സിലാവില്ല നിങ്ങൾക്കൊരു പ്രോബ്ലം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന്. അൺലെസ് യു സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡോണ്ട് സ്പീക്ക് അപ്പ്, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ. ഇത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനാണ് അവിടെ പറയുന്നത്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു റിസൾട്ടും ആണ് പറയുന്നത്, പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട്. സാധാരണ ചില റിമൈൻഡേഴ്സൊക്കെ പറയുമ്പോൾ, അതല്ലെങ്കിൽ ചില ഡെഡ് ലൈൻസിനെ പറ്റി പറയുമ്പോൾ, അത് ചിലപ്പോൾ നമ്മുടെ എവരിഡേ ലൈഫിലാകാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലാകാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അത് ചിലപ്പോൾ ഒരു വാർണിംഗ് ആകാം. അപ്പോൾ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അൺലെസ് ഐ ഡു എന്ന ആ ഒരു പ്രയോഗം വളരെ പ്രധാനപ്പെട്ട ഓർമ്മിക്കേണ്ട കാര്യം. അൺലെസ് എന്ന ഒരു ക്ലോസിൽ വിൽ ഉപയോഗിക്കാൻ പാടില്ല. അൺലെസ് ഐ വിൽ ലീവ് നൗ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. അൺലെസ് ഐ ലീവ് നൗ എന്നേ പറയാൻ പാടുള്ളൂ. അൺലെസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് എപ്പോഴും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അത് മീനിങ് ഒരു ഫ്യൂച്ചർ ആണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിക്കും എന്ന് പറയുന്ന ആ റിസൾട്ട് ഒരു ഫ്യൂച്ചർ അല്ലേ? പക്ഷേ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അൺലെസ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ പ്ലസ് റിസൾട്ടിൻ്റെ ഭാഗത്ത് വേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അതാണ് സ്ട്രക്ചർ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അൺലെസ് ഐ ഡിഡ് എന്ന ഒരു പ്രയോഗം ആണ്. ഇത് സെക്കൻഡ് കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് പഠിക്കേണ്ടത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എന്ന് പറയാം. സെക്കൻഡ് കണ്ടീഷണൽ എന്താണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസൺസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രസൻറ്റിലെ ഒരു ഇമാജിനറി കണ്ടീഷനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഉപയോഗിക്കേണ്ട ടെൻസ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് എന്നതാണ്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. നമ്മളൊരു പ്രസൻറ്റ് ടൈമിൽ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കുണ്ട്. എനിക്ക് ഒരു കാറുണ്ട് എന്ന് കരുതുക. ഓക്കെ, കാറുണ്ട്, അതാണ് കറൻറ്റ് റിയാലിറ്റി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് കാർ ഇല്ലായിരുന്നെങ്കിൽ എന്ന്. ഈ പ്രസൻറ്റ് കാര്യത്തെ ഒരു പ്രസൻറ്റ് ഇമാജിനറി കണ്ടീഷൻ ഞാൻ ആലോചിക്കുകയാണ്. റിയൽ ആയിട്ടുള്ള കണ്ടീഷൻ കാറുണ്ട്. അപ്പോൾ എനിക്ക് കാർ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാലോ? അതാണ് സെക്കൻഡ് കണ്ടീഷണൽ. അപ്പോൾ നമ്മൾ പറയേണ്ടത്
അവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പ്രസൻറ്റ് ഇമാജിനറി കണ്ടീഷനാണ് നമ്മൾ പറയുന്നതെങ്കിലും ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ സ്ട്രക്ചർ അൺലെസ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. പിന്നെ ഉപയോഗിക്കേണ്ടത് റിസൾട്ടിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കേണ്ടത് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. സെക്കൻഡ് കണ്ടീഷനിൽ പോലെ തന്നെ അൺലെസ് ഐ ഹാഡ് എ കാർ I would find life much harder. Unless I had a car. ശ്രദ്ധിക്കൂ, I had എന്ന് പറയുന്നത് have എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു കാർ ഇല്ലായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. I would find life much harder. ജീവിതം കുറച്ചുകൂടി ബുദ്ധിമുട്ടായേനെ എന്ന്. ഇപ്പോൾ കാർ ഉള്ളപ്പോൾ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാർ ഇല്ലായിരുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായേനെ എന്നാണ്. അപ്പോൾ പ്രസൻറ്റിലെ കറൻറ്റ് റിയാലിറ്റി അല്ലാതെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. അത്രയും ചിന്തിച്ചാൽ മതി. പക്ഷേ ഓർക്കേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക. ഇഫ് ഐ ഹാഡ് എന്നാണ് ഉപയോഗിച്ചത്, ഇഫ് ഐ ഹാവ് അല്ല. അൺലെസ് പ്ലസ് ഹാഡ് എന്നത് പാസ്റ്റ് സിമ്പിൾ ആണ്. പിന്നെ ഉപയോഗിച്ചത് ഐ വുഡ് ഫൈൻഡ്. നോക്കൂ, സബ്ജക്റ്റ് ഐ, വുഡ് പ്ലസ് ഫൈൻഡ്, ബേസ് ഫോം ഓഫ് എ വേർബാണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്രസൻറ്റ് റിയാലിറ്റി എന്ന് പറയാം. ശരിയായ ഒരു പ്രസൻറ്റ് ഉണ്ട്, ശരിയായ ഒരു കറൻറ്റ് റിയാലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾട്ടർനേറ്റീവ് വേറൊന്ന് ചിന്തിക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു. കറൻറ്റ് റിയാലിറ്റി എന്താ? ഐ വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ ഞാൻ ആലോചിക്കണം, അയ്യോ ഇങ്ങനെ വീട്ടിലിരുന്നല്ല വർക്ക് ചെയ്തിരുന്നതെങ്കിൽ. പ്രസൻറ്റ് റിയാലിറ്റി അതല്ല എങ്കിലും വേറൊരു ഓൾട്ടർനേറ്റീവ് കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ യാത്ര പോകുന്നത്, അതായത് യാത്ര പോയി വരുന്നത് വല്ലാതെ ബുദ്ധിമുട്ടായേനെ, ഞാൻ വല്ലാതെ എക്സോസ്റ്റഡ് ആയി പോയേനെ എന്ന്, ഞാൻ വളരെ ക്ഷീണിതയായി പോയേനെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു, ഞാൻ ക്ഷീണിതയാകുന്നില്ല, യാത്ര ചെയ്യുന്നില്ല, സുഖമാണ്. പക്ഷേ ചിന്തിക്കുന്നത് എന്താ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. പ്രസൻറ്റ് റിയാലിറ്റിയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ഇമാജിനറി കണ്ടീഷൻ ചിന്തിച്ചു പോവുകയാണ്. അതാണ് അൺലെസ് ഐ ഡിഡ് എന്ന പ്രയോഗം. സെക്കൻഡ് കണ്ടീഷണലിൻ്റെ അതേ ഉപയോഗം തന്നെ. പ്രസൻറ്റിൽ ട്രൂ അല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് പറയുക? അൺലെസ് ഐ വർക്ക്ഡ് ഫ്രം ഹോം. ഐ വർക്ക്ഡ്, നോക്കുക, വർക്ക്ഡ് എന്നാണ് ഉപയോഗിച്ചത്. പാസ്റ്റ് ടെൻസ് ആണ്. വർക്ക് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അൺലെസ് ഐ വർക്ക്ഡ് ഫ്രം ഹോം മൈ ഡെയിലി കമ്മ്യൂട്ട് വുഡ് ബി എക്സ്ഹോസ്റ്റിംഗ്. അതായത് എല്ലാ ദിവസത്തെ ആ പോക്ക് വരവ് വല്ലാതെ എക്സ്ഹോസ്റ്റിംഗ് ആയേനെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഐ വർക്ക്ഡ് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു എന്നത് ശ്രദ്ധിക്കുക. Unless I genuinely enjoyed teaching, I wouldn't put this much effort into each lesson. Unless I genuinely enjoyed this lesson. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ടീച്ചിങ് റിയലി എൻജോയ് ചെയ്യുന്നു, അതാണ് പ്രസൻറ്റ് കണ്ടീഷൻ. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇത്രയധികം എഫേർട്ടൊന്നും ഞാൻ ഓരോ ലെസണിലും ഇടില്ലായിരുന്നു, ഇത്രയും എഫേർട്ട് ഇടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണോ? കറൻറ്റ് റിയാലിറ്റി അതല്ല. ഞാൻ ഐ റിയലി എൻജോയ് ടീച്ചിങ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ? അൺലെസ് ഐ ജെനുവിൻലി എൻജോയ്ഡ് ടീച്ചിങ്. അപ്പോൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് അൺലെസ് ഐ ഡിഡിൻ്റെ പ്രയോഗം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റി നമുക്ക് നല്ല ഒരു മതിപ്പ് തോന്നുന്നു. എനിക്കൊരു കാർ ഉള്ളത് കൊണ്ട് നല്ല കാര്യമാണത്. അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷനെ നമ്മൾ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയില്ലേ, എനിക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന്. നമുക്ക് ഇപ്പോൾ ഉള്ള ലിമിറ്റേഷനെ പറ്റി പറയുമ്പോഴും നമ്മൾക്കിപ്പോഴുള്ള പരിമിതികളെ പറ്റി പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലും ഉപയോഗിക്കാം. പ്രസൻറ്റ് ലിമിറ്റേഷനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാം.
എന്തായാലും ഇപ്പോൾ ട്രൂ അല്ലാത്ത കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. അൺലെസ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ കഴിഞ്ഞിട്ട് റിസൾട്ട് പാർട്ടിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചപ്പോൾ എന്താ, അത് റിയൽ ആയിട്ടുള്ള ലൈക്ക്ലി ആയിട്ടുള്ള കണ്ടീഷനാണ്. സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ ഇമാജിനറി ആണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് അൺലെസ് ഐ ഹാഡ് ഡൺ. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് തേർഡ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്താ? പാസ്റ്റ് ഇമാജിനറി കാര്യമാണ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം, അതിനെപ്പറ്റി നമ്മൾ അയ്യോ കഴിഞ്ഞു പോയി, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എങ്കിലും നമ്മളൊന്ന് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ. നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ, അത് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല, എന്നാലും നമുക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് തേർഡ് കണ്ടീഷണൽ. ആ തേർഡ് കണ്ടീഷണലിൻ്റെ ഒരു നെഗറ്റീവ് ഫോമാണ് അൺലെസ് ഐ ഹാഡ് ഡൺ എന്നുപയോഗിക്കുന്ന ആ ഒരു പ്രയോഗം. പാസ്റ്റ് ഇമാജിനറി എന്ന് പറയാം. അപ്പോൾ ഉപയോഗിക്കേണ്ടത് അൺലെസ് കഴിഞ്ഞാൽ പാസ്റ്റ് സിമ്പിൾ ടെൻസ് അല്ല, പ്രസൻറ്റ് സിമ്പിൾ ടെൻസും അല്ല. അൺലെസ് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. പിന്നെ റിസൾട്ടിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വുഡ് ഹാവ്, പിന്നെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ്, ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ല. അൺലെസ് ഐ ഹാഡ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ, ഐ വുഡിൻറ്റ് ഹാവ് പാസ്ഡ് ദി എക്സാം, ഞാൻ പാസ്സാകില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് റിയലായിട്ട് സംഭവിച്ച കാര്യം. ഞാൻ പഠിച്ചു, ഞാൻ പാസ്സായി. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പാസ്സാകില്ലായിരുന്നു. അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഈ അൺലെസ് ഐ ഹാഡ് സ്റ്റഡീഡ് ആണ്. ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ, ഇത് ഒരു ഈഫ് വെച്ച് നമുക്ക് പറയാം. ഇഫ് ഐ ഹാഡിൻറ്റ് സ്റ്റഡീഡ്, ഇതിനെയാണ് നമ്മൾ അൺലെസ് ഐ ഹാഡ് സ്റ്റഡീഡ് ആക്കി മാറ്റുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേ ആണ്, കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ഇംഗ്ലീഷ് ആകും. അൺലെസ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാലും അൺലെസ് മാറ്റി ഇഫ് ഐ ഹാഡിൻറ്റ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ. പിന്നെ റിസൾട്ടിൻ്റെ ഭാഗത്ത് ഐ വുഡിൻറ്റ് ഹാവ് പാസ്ഡ്, ഞാൻ പാസ്സാകില്ലായിരുന്നു. അൺലെസ് ഐ ഹാഡ് മൂവ്ഡ് ടു ദ സിറ്റി, ഞാൻ സിറ്റിയിലേക്ക് മൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഐ വുഡ് നെവർ ഹാവ് മെറ്റ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. ഐ വുഡ് നെവർ ഹാവ് മെറ്റ്, ഞാൻ ഒരിക്കലും എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതാണോ സംഭവിച്ചത്? സംഭവിച്ചത് എന്താ? ഞാൻ സിറ്റിയിലേക്ക് മൂവ് ചെയ്തു, ഞാൻ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ സിറ്റിയിലേക്ക് മൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ, കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്. അൺലെസ് ഐ ഹാഡ് മൂവ്ഡ് ടു ദ സിറ്റി, ഹാഡ് മൂവ്ഡ് ടു ദ സിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ സിറ്റിയിലേക്ക് മൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഐ വുഡ് നെവർ ഹാവ് മെറ്റ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. 3 ഫോംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അൺലെസ് ഐ ഡു, അൺലെസ് ഐ ഡിഡ്, അൺലെസ് ഐ ഹാഡ് ഡൺ. അൺലെസ് ഐ ഡു ഉപയോഗിക്കുന്നത് ആ ഫസ്റ്റ് കണ്ടീഷനിലോട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച് നോക്കുക. അതുപോലെ തന്നെ അൺലെസ് ഐ ഡിഡ് എന്നത് സെക്കൻഡ് കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അൺലെസ് ഐ ഹാഡ് ഡൺ എന്നുള്ളത് തേർഡ് കണ്ടീഷനിലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. വളരെ ഈസിയാവും, ഇംഗ്ലീഷ് കുറച്ചുകൂടി ഹയർ ലെവലിലാവും. ഇനി പലരും സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പറയട്ടെ. പലപ്പോഴും പല മിസ്റ്റേക്സും ഇതിനോട് അനുബന്ധിച്ച് വരാറുണ്ട്. അതിലോരോന്നായിട്ട് നമുക്ക് പറയാം. അൺലെസ് ഉപയോഗിക്കുമ്പോൾ വേറൊരു നെഗറ്റീവ് വേർഡ് കൂടി ഉപയോഗിക്കുക ആ സെയിം സെൻറ്റൻസിൽ തന്നെ. അത് മിസ്റ്റേക്കാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അൺലെസ് യു ഡു നോട്ട് ഹറി, യു വിൽ ബി ലേറ്റ്. അൺലെസ് യു ഡു നോട്ട് ഹറി എന്ന് പറഞ്ഞാൽ, അൺലെസ് എന്ന് പറഞ്ഞാൽ അതിന് ഇഫ് നോട്ട് എന്നാണ് മീനിങ്. അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. പിന്നെ ആവശ്യമില്ലാതെ അൺലെസ് യു ഡു നോട്ട് ഹറി എന്ന് പറയേണ്ട കാര്യമില്ല. അൺലെസ് യു ഹറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ ആയില്ലെങ്കിൽ, വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്ന മീനിങ് കിട്ടി. പിന്നെ അൺലെസ് യു ഡു നോട്ട് ഹറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിലേക്ക് പോയി. അപ്പോൾ ആകെ കൺഫ്യൂഷനായി.
അപ്പോൾ അൺലെസ് യു ഹറി യു വിൽ ബി ലേറ്റ്. അതിൻ്റെ മീനിങ് എന്താ? അൺലെസ് യു ഹറി മീൻസ് ഇഫ് യു ഡോണ്ട് ഹറി. അപ്പോൾ 2 നെഗറ്റീവ് ഫോംസും കൂടി ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കംപ്ലീറ്റ് മീനിങ് പോകും. പിന്നെ വേറൊരു മിസ്റ്റേക്ക് അൺലെസിൻ്റെ ക്ലോസിൽ വിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ പഠിച്ചതാണ് ഇഫ് ക്ലോസിൽ വിൽ ഉപയോഗിക്കാൻ പാടില്ല, റിസൾട്ടിൻ്റെ ഭാഗത്താണ് വിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആ സെയിം മിസ്റ്റേക്ക് അൺലെസിലും വരുത്താറുണ്ട്. അൺലെസ് ഐ വിൽ ഫിനിഷ് ദ റിപ്പോർട്ട് ഐ കനോട്ട് ലീവ്. ഞാൻ എൻ്റെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അൺലെസ് ഐ വിൽ ഫിനിഷ് വേണ്ട, അൺലെസ് ഐ ഫിനിഷ് ദ റിപ്പോർട്ട് ഐ കനോട്ട് ലീവ്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രസൻറ്റ് സിമ്പിളാണ് ഫസ്റ്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അൺലെസ് ഉപയോഗിക്കുമ്പോഴും തെറ്റില്ല. അൺലെസ് ഐ ഡു ആണ്, അൺലെസ് ഐ വിൽ ഡു അല്ല. അൺലെസ് ഐ ലീവ് ആണ്, അൺലെസ് ഐ വിൽ ലീവ് അല്ല. ഇനി വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഫ് നോട്ട് ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത സ്ഥലത്തും. അതായത് അൺലെസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇഫ് നോട്ട് ഉപയോഗിക്കുക. അത് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിലും അങ്ങനെയല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടി നല്ല ഫോം അൺലെസ് ഉപയോഗിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് യു ഡു നോട്ട് കോൾ മീ ഐ വിൽ ഗോ. നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകും എന്നല്ലേ. ഇത് അൺലെസ് യു കോൾ മീ എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അതിന് പകരം ഇഫ് യു ഡു നോട്ട് കോൾ മീ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് തെറ്റല്ല, ടെക്നിക്കലി അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി നല്ല രീതി അൺലെസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊരു മിസ്റ്റേക്കിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല, എങ്കിലും ഉപയോഗിക്കുക, അൺലെസ് ഉപയോഗിച്ച് ശീലിക്കുക. ഇനി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഏതാണ് കറക്റ്റ് എന്ന് 2 ഓപ്ഷൻസ് പറയും, അതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് പറയണം. ഫസ്റ്റ് സിറ്റുവേഷൻ, ഒരു ഫ്രണ്ടിന് ഒരു വാർണിംഗ് കൊടുക്കുകയാണ് എബൌട്ട് എ ഡെഡ് ലൈൻ. ഒരു ഡെഡ് ലൈൻ വരുന്നു. അപ്പോൾ ആ ഡെഡ് ലൈന് മുൻപ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ജോലി നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ ഒരു ഡെഡ് ലൈൻ വരികയാണ്, ടുമാറോ, നാളെയാണ് ഡെഡ് ലൈൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ജോലി നഷ്ടപ്പെടും. അവിടെ ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ ഏതാണ്, ഓപ്ഷൻ ബി ഏതാണ് എന്ന് പറയാം, ഏതാണ് കറക്റ്റ് എന്ന് പറയണം. ഓപ്ഷൻ എ, അൺലെസ് യു സബ്മിറ്റ് ദ ഫോം ടുഡേ യു വിൽ ലൂസ് യുവർ പ്ലേസ്. നിനക്ക് നിന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഇതാണ് ഓപ്ഷൻ എ. സെക്കൻഡ് ഓപ്ഷൻ, അൺലെസ് യു സബ്മിറ്റഡ് ദ ഫോം യു വുഡ് ലൂസ് യുവർ പ്ലേസ്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആലോചിച്ചോ? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. കാരണം ഇതൊരു റിയൽ ലൈക്ലി കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടീഷണലിനെ പോലെ തന്നെ അൺലെസ് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത് അൺലെസ് ഐ ഡു എന്ന ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അൺലെസ് യു സബ്മിറ്റ് ദ ഫോം ടുഡേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അൺലെസ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ, പിന്നെ നെക്സ്റ്റ് റിസൾട്ടിൻ്റെ ക്ലോസിൽ വിൽ പ്ലസ് ബേസ് വേർബ്. അതാണ്. താങ്ക് യു.